ഓല ഇത് നമ്മുടെ ഒരു 1.5 ദിവസത്തെ സെവിയ ട്രിപ്പിൻ്റെ വീഡിയോയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ചെന്ന ദിവസം ഒരു 4 മണിക്കൂർ നമ്മുടെ ട്രാവൽ കഴിഞ്ഞ് നമ്മൾ കാസറേസ് എന്ന് പറഞ്ഞ സ്പെയിനിലെ ഒരു സ്മോൾ സിറ്റിയിൽ നമ്മൾ സെവിയ ചെന്നു. അന്നത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഈ ഫേരിയയിലാണ്. അപ്പോൾ സ്പെയിനിൻ്റെ എല്ലാ സിറ്റീസിലും ഇങ്ങനെയുള്ള ഫേരിയാസ് ഉണ്ട്. അപ്പോൾ ആൻഡലൂസിയൻ ഏരിയ, അതായത് സൗത്ത് ഓഫ് സ്പെയിനിലെ സെവിയ പോലെയുള്ള പട്ടണങ്ങളിലെ ഫേരിയയുടെ പ്രത്യേകത, അവിടെ ഫ്ലെമെങ്കോ പോലെയുള്ള സ്പാനിഷ് ഡാൻസ് ഫോമിൽ ഒത്തിരി ഗേൾസ് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വരും. എന്നിട്ട് അവർ വരുന്നത് ഇതുപോലെയുള്ള കുതിര വണ്ടികളിലാണ്. അപ്പോൾ ആ കുതിര വണ്ടികൾ ഓടിക്കുന്നതും ഇതുപോലെ പ്രോപ്പർ ഒരു വിൻറ്റേജ് ഇംഗ്ലീഷ് ഫോമിലൊക്കെ ഡ്രസ്സപ്പ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അവിടെ വരുന്നു, അവിടെ ചെറിയ ചെറിയ കൂടാരങ്ങളുണ്ട്, അവരവിടെ എൻജോയ് ചെയ്യും, ഫുഡുണ്ട്, പല ഡാൻസ് ഫോംസ് ഉണ്ട്. നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് അവിടെ ഒത്തിരി റൈഡ്സ് ഉണ്ട്, ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പനിങ് സ്ഥലമാണ് ഈ ഫേരിയ. ആ ഫേരിയയ്ക്ക് ശേഷം നമ്മൾ സിറ്റി തന്നെയുള്ള ട്രയാന ബ്രിഡ്ജ് വിസിറ്റ് ചെയ്യാൻ പോയി. സെക്കൻഡ് ഡേ നമ്മൾ പോയത് സെവിയ FC ഫുട്ബോൾ സ്റ്റേഡിയം കാണാനാണ്. ഒരു ഫേമസ് സ്പാനിഷ് ക്ലബ്ബാണ്. നമ്മുടെ മറഡോണയെ പോലെയുള്ള ലെജൻസ് ഒക്കെ കളിച്ച ഒരു സ്റ്റേഡിയമാണ്. ഒരു €14 എൻട്രൻസ് ഫീ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറി. അതിനുശേഷം നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ട്രോഫീസ് കാണാം, പഴയ പ്ലെയേഴ്സിൻ്റെ വിൻറ്റേജ് ഫോട്ടോസ് കാണാം. അവർ പല പല ലീഗിൽ കളിച്ചിട്ടുള്ള അവരുടെ ഈ ഒരു ട്രോഫി ഒക്കെ ഡിസ്പ്ലേ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം അന്ന് നമ്മൾ പോയത് കത്തീഡ്രൽ ദെ സെവിയ കാണാനാണ്. കത്തീഡ്രൽ ദെ സെവിയ പഴയൊരു മോസ്ക് ആയിരുന്നു. ഫെർഡിനൻഡ് 13 ആണ് അത് പിന്നീട് ഒരു ക്രിസ്ത്യൻ ചേർച്ചായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിലൊരു പഴയ മോസ്കിൻ്റെ കുറേ റെമിനൻസ് ഒക്കെ കാണാം. പിന്നീട് അതൊരു ക്രിസ്ത്യൻ ചേർച്ചാക്കി. അതിൻ്റെ ഇൻറ്റീരിയറും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇവിടെയാണ് നമ്മുടെ അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ശവകുടീരമുള്ളത്. ഈ ചേർച്ചിൻ്റെ അകത്താണ് ആ ഒരു ടോംബുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടവറുണ്ട്. ആ ടവറൊക്കെ വിസിറ്റ് ചെയ്ത് പുറത്ത് ആർക്കിടെക്ചറൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് നമ്മുടെ യൂറോപ്പിലൊക്കെ നമ്മൾ കാണാറുള്ള ട്രാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ദിവസം കൊണ്ട് ഒരു സെവിയ ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സെവിയയിൽ നമ്മൾ കണ്ട ഒരു 1.5 ദിവസത്തെ വെരി ഷോർട്ട് ട്രിപ്പ്.